നമസ്കാരം. എല്ലാവർക്കും വൃക്ഷ മാഹാത്മ്യം എന്ന പുതിയ സെഗ്മെന്റിലേക്ക് സ്വാഗതം. നമ്മുടെ ധർമ്മ പരമ്പരയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് വൃക്ഷങ്ങളുടെ സ്ഥാനം എന്ന് പറയുന്നത്. വൃക്ഷങ്ങളെ പണ്ട് മുതൽക്ക് ആരാധിച്ചു വന്നിരുന്ന ഒരു പാരമ്പര്യം നമ്മുടെ ഈ ധർമ്മ പരമ്പരയിലുണ്ട്. എല്ലാത്തിലും കുടികൊണ്ടിരിക്കുന്ന ഈശ്വരൻ, ഓരോ അണുകണങ്ങളിലും കുടികൊണ്ടിരിക്കുന്ന ഈശ്വരൻ സസ്യലതാദികളിലാവട്ടെ, പക്ഷിമൃഗാദികളിലാവട്ടെ, മഹാവൃക്ഷങ്ങളിലാവട്ടെ, സകലത്തിലും കുടികൊള്ളുന്നു എന്നും ഓരോ അണുകണങ്ങളിലും അത് കുടികൊള്ളുന്നു എന്നും പഠിപ്പിച്ചൊരു ധർമ്മ പരമ്പര. അതുകൊണ്ട് തന്നെ വൃക്ഷങ്ങളെയും നമ്മൾ ആരാധിച്ചു പോന്നിരുന്നു. വൃക്ഷമാഹാത്മ്യത്തിൽ ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് അരയാല് എന്ന വൃക്ഷത്തെക്കുറിച്ചാണ്. അതിനു മുന്നേ ഒരു കാര്യം കൂടി. വൃക്ഷ പാരമ്പര്യത്തിൽ നമ്മൾ പറയുമ്പോൾ നമ്മൾ അരയാലിനെ കുറിച്ച് പറയുന്നതിന് മുന്നേ ഏതൊരു വൃക്ഷത്തെയും മുറിക്കുന്ന സമയത്ത് അതിനോട് അനുവാദം വാങ്ങിക്കുന്ന ഒരു ചടങ്ങ് നമ്മുടെ പരമ്പരയിലുണ്ടായിരുന്നു. ഒരു ക്ഷേത്രത്തെ കൊടിമരത്തിനായി കൊണ്ട് മുറിക്കട്ടെ, അല്ലെങ്കിൽ വീട് പണിക്കായി മുറിക്കട്ടെ, ഏതിനായാലും ആ വൃക്ഷത്തോട് ഇത്ര ദിവസം മുന്നേ പോയി പറഞ്ഞ് അതിനോട് അതിൽ വസിക്കുന്ന പക്ഷിമൃഗാദികളോട് പറഞ്ഞ് വൃക്ഷങ്ങളോട് മാപ്പ് പറഞ്ഞ് അതിൻ്റെ അനുവാദം വാങ്ങി അതിനുള്ള ജീവചൈതന്യത്തെ മറ്റൊന്നിലേക്ക് ആവാഹിച്ച് അതിന് പകരം അതിൻ്റേതായിരിക്കുന്ന മറ്റ് വൃക്ഷങ്ങളും അവിടെ നട്ട് വളർത്തിയതിന് ശേഷമാണ് ഈ മരത്തെ നമ്മൾ മുറിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ചെയ്തു വന്നിരുന്നൊരു പാരമ്പര്യം നമ്മുടെ ഇതിൽ ഈ നമ്മുടെ ധർമ്മ പരമ്പരയിൽ കാണുന്നത് കൊണ്ട് തന്നെ നമുക്ക് അടിയുറച്ച് പറയാം, വൃക്ഷങ്ങളെയും നമ്മൾ ആരാധിച്ചിരുന്നു. വൃക്ഷങ്ങളിലും നമ്മൾ ഈശ്വര ചൈതന്യത്തെ കണ്ടിരുന്നു. വൃക്ഷങ്ങൾക്കും ജീവനുണ്ട് എന്ന് നമ്മൾ വിശ്വസിച്ചിരുന്നു. അതും നമ്മളെപ്പോലൊരു ജീവനാണ് എന്നുള്ള ഒരു ബോധ്യം നമ്മുടെ ഋഷി പരമ്പരകൾ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ഈ പറയുന്നതൊക്കെ അന്യം നിന്ന് പോയി എന്ന് വേണമെങ്കിൽ പറയാം. വളരെ വിരളമാണ് ഇന്ന് മനുഷ്യൻ അവൻ്റെ ആവശ്യത്തിനനുസരിച്ച് അവൻ്റെ സൗകര്യത്തിനനുസരിച്ചിട്ടും വൃക്ഷങ്ങളെ മുറിച്ചു മാറ്റുമ്പോൾ അതിൻ്റെ അനുവാദമൊന്നും ആരും ചോദിക്കാറൊന്നുമില്ല. പക്ഷേ അങ്ങനെ ഒരു ചോദിച്ചു കൊണ്ടിരുന്ന ഒരു പാരമ്പര്യം നമുക്കുണ്ടായിരുന്നു. ഇപ്പോഴും ക്ഷേത്രകാര്യങ്ങളിലോ മറ്റോ ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മൾ ആ ഒരു ചടങ്ങ് ചെയ്ത് കാണുന്നത്. അപ്പോൾ ഇനി ഇപ്പോഴത്തെ അരയാൽ എന്ന മഹാവൃക്ഷത്തെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. അരയാൽ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ വൈദിക പാരമ്പര്യത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഗുരുസ്ഥാനം എന്ന് വേണമെങ്കിൽ, അല്ലെങ്കിൽ ഗുരുത്വത്തെ നമുക്ക് കാട്ടിത്തരുന്ന ഒരു വൃക്ഷമാണെന്നും, അതുപോലെ തന്നെ സംസാര വൃക്ഷമെന്നും ഈ അശ്വത്ഥം എന്ന നാമധേയത്തോടു കൂടിയുള്ള അരയാലിനുണ്ട്. അശ്വത്ഥം എന്നാണ് അതിൻ്റെ മറ്റൊരു നാമം. ഇനി ഭഗവത്ഗീതയിലൂടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെയും ഭഗവാൻ പറയുന്നുണ്ട്, വൃക്ഷങ്ങളിൽ വെച്ച് ഞാൻ അശ്വത്ഥമാകുന്നു, അതായത് അരയാലാകുന്നു എന്നുള്ളത്. അപ്പോൾ തന്നെ അതിൻ്റെ ആഴം നമുക്ക് മനസ്സിലാവുമെന്ന് കരുതുന്നു.
സകലത്തിലും ഈശ്വരനെ കാണുകയും എല്ലാ അണുകണങ്ങളും ഈശ്വരനിൽ കുടികൊള്ളുന്നു എന്നും, അതായത് നാനാത്വത്തിൽ ഏകത്വമെന്നും ഏകത്വത്തിൽ നാനാത്വമെന്നുള്ള ആ ധർമ്മചിന്തയെ വിളിച്ചുണർത്തുന്ന ഒരു പാരമ്പര്യം, അല്ലെങ്കിൽ അങ്ങനെ ഒരു ജ്ഞാനത്തിൻ്റെ, അങ്ങനെ ഒരു അറിവിൻ്റെ ഒരു ഭാഗം നമുക്കായിട്ട് ഋഷീശ്വരന്മാർ തന്നിട്ട് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം. അപ്പോൾ സംസാരവൃക്ഷമെന്നും വേദവൃക്ഷങ്ങളെന്നും പല രൂപത്തിലും ഈ അശ്വത്ഥത്തെ നമുക്ക് പറയാം. അശ്വത്ഥത്തെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ എന്തുകൊണ്ടാണ് ഗുരു വൃക്ഷം എന്നായിട്ട് വേണമെങ്കിൽ പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ പാരമ്പര്യത്തിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പരമ്പരാഗതമായിരിക്കുന്ന അറിവുകളിൽ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും, നമ്മുടെ ഓരോ ജീവജാലങ്ങളിലും പരബ്രഹ്മസ്വരൂപത്തെയാണ് നമ്മൾ ദർശിക്കുന്നത് എന്നുള്ളത്. ഈ പരബ്രഹ്മസ്വരൂപമായത് കൊണ്ട് തന്നെ യഥാർത്ഥത്തിലുള്ള ഗുരു എന്ന് പറയുന്നത് പരബ്രഹ്മമായത് കൊണ്ട് തന്നെ അശ്വത്ഥത്തെ പരബ്രഹ്മമായിട്ട്, അല്ലെങ്കിൽ കണ്ടു കഴിഞ്ഞാൽ, അശ്വത്ഥത്തെ പരബ്രഹ്മമായി കണ്ടു കഴിഞ്ഞാൽ അവിടെ അശ്വത്ഥം എന്ന് പറയുന്നത് നമുക്ക് ഗുരുവാണ്. അശ്വത്ഥം മാത്രമല്ല, ഓരോ വൃക്ഷവും നമുക്ക് ഗുരുവായി മാറും അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ. അതുപോലെ തന്നെ അശ്വത്ഥത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ത്രിമൂർത്തികളെയും അവിടെ കാണാൻ സാധിക്കും. മൂലതോ ബ്രഹ്മരൂപായ മധ്യതോ വിഷ്ണുരൂപിണി അകൃതോ ശിവരൂപായ വൃക്ഷരാജായതേ നമ എന്ന് പറഞ്ഞ് നമസ്കരിക്കുന്ന ഒരു പാരമ്പര്യം നമുക്ക് ഉണ്ട്. ആ പാരമ്പര്യത്തിൽ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും, ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാർ ആ മഹാവൃക്ഷത്തിൽ കുടികൊള്ളുന്നു എന്നുള്ളത്. അങ്ങനെ ഒരു പാരമ്പര്യം, അതായത് ഇപ്പോഴും നമുക്ക് പല സ്ഥലങ്ങളിലും ചെന്ന് കഴിഞ്ഞാൽ കാണാം, എന്നാൽ വളരെ കുറവാണ് എങ്കിലും ഇപ്പോഴും പല സ്ഥലങ്ങളിലും അരയാലിന് പ്രദക്ഷിണം ചെയ്യുന്ന ഒരു വിധി നമ്മൾ കാണാറുണ്ട്. 7 ദിവസം അല്ല 7 പ്രദക്ഷിണം ചെയ്യുന്ന കാണാറുണ്ട്. അതിൽ 7 ദിവസം നമ്മൾ നടത്തുന്ന പ്രദക്ഷിണത്തിന് ഓരോ ദിവസവും ഓരോ ഗുണഫലങ്ങളാണ് പറയുകയും ചെയ്യുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വെള്ളിയാഴ്ച നമ്മൾ അരയാലിനെ 7 പ്രദക്ഷിണം ചെയ്യുമ്പോൾ അമ്മയെ പ്രദക്ഷിണം ചെയ്യുന്നതിന് സമമാണ്, ദേവിയെ പ്രദക്ഷിണം ചെയ്യുന്നത് സമമാണ്. ദേവിയുടെ ആരംഭത്തിന് മുന്നേ ദേവാസുര യുദ്ധത്തിൽ തോറ്റോടിയ ദേവന്മാർ മുഴുവൻ അഭയസ്ഥാനമായിട്ട് ചേക്കേറിയത് ഈ പല രൂപത്തിൽ ഈ അശുദ്ധത്തിൽ കുടികൊണ്ടിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ അരയാലിനെ നമസ്കരിക്കുന്നത് കൊണ്ട് സകല ദേവതാസങ്കല്പങ്ങളെയും നമസ്കരിക്കുന്നതിന് തുല്യമാണ് എന്നും നമ്മുടെ പാരമ്പര്യം നമ്മളെ പഠിപ്പിക്കുന്നു. അതുപോലെ തന്നെയാണ് അശ്വത്ഥം എന്ന് പറയുന്ന ഇതേ വൃക്ഷത്തെ നമ്മൾ ശനിയാഴ്ച ദിവസത്തെ 7 ദിവസത്തെ പ്രദക്ഷിണം കൊണ്ട് ശനീശ്വര ദോഷങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ കർമ്മഫല ദോഷങ്ങൾ കുറയുകയും സർവപാപ വിനാശത്തിന് നടത്താൻ നമ്മെ അനുഗ്രഹിക്കുമെന്നും ഒരു വിശ്വാസം നമ്മളുടെ ഇടയിലുണ്ട്. ഒരു ക്ഷേത്രങ്ങളിലാവട്ടെ, അല്ലെങ്കിൽ മറ്റുള്ള പ്രധാനപ്പെട്ടിരിക്കുന്ന പൂജാതി കർമ്മങ്ങളിലാവട്ടെ, അശ്വത്ഥത്തെ നമ്മൾ പൂജിച്ചിട്ട് തുടങ്ങുന്ന ഒരു പാരമ്പര്യം നമുക്ക് കാണാൻ സാധിക്കും. അരയാലിന് ചുറ്റും 7 പ്രദക്ഷിണം വയ്ക്കുന്നതും, അതുപോലെ തന്നെ അരയാലിൽ
കീഴെ വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതും ഒക്കെ നമുക്ക് നമ്മുടെ ധർമ്മ പരമ്പരയിൽ കാണാൻ സാധിക്കും. നാല് വേദങ്ങളെയും നമ്മൾ പൂജിക്കുന്നതിന് സമമാണ് ഒരു അരയാൽ വൃക്ഷത്തെ പൂജിക്കുന്നതെന്ന് ഒരു വിശ്വാസം നമുക്കിടയിലുണ്ട്. മാത്രമല്ല, അരയാൽ വൃക്ഷത്തെ ഗുരുത്വമുള്ള വൃക്ഷം എന്ന് പറയാൻ കാരണം വിചാരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ സാധാരണ നമ്മൾ വളർന്ന് പോയി കഴിഞ്ഞാൽ എല്ലാ മരവും മേലോട്ട് വളരുകയുള്ളൂ, അടിയിലോട്ട് വേരും ഉണ്ടാകും. പക്ഷേ അരയാലിന് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും, അത് അരയാൽ വളർന്ന് പോയി കഴിഞ്ഞാലും അതിൻ്റെ വേരിനെ കീഴ്പോട്ട് ഇറക്കി ഭൂമിയിലേക്ക് ഇറക്കി വിടുന്ന ഒരു ദൃശ്യം നമുക്ക് അരയാൽ കാണാൻ സാധിക്കും. അതിപ്പോൾ നമ്മൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അതങ്ങനെ സംഭവിക്കുള്ളൂ. അരയാൽ താഴോട്ടേക്ക് അതിൻ്റെ വേരിനെ ഇറക്കി വിടും. പക്ഷേ അതിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളത് എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ ചക്ക പോലത്തെ പേൻ എന്ന് പറയുമ്പോൾ ഒരിക്കലും ചക്ക മാതിരിയുള്ള പേൻ ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഉദാഹരണത്തിൻ്റെ നമ്മൾ പറയുന്ന ഉദാഹരണത്തിൻ്റെ കാരണങ്ങൾ വെച്ചിട്ട് അതിനെ വിമർശിക്കുന്നതിന് പകരം അതിൽ നിന്ന് എന്ത് പഠിക്കാം എന്നുള്ളത് നമ്മൾ ഒന്ന് ഉൾക്കൊള്ളുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഈ ധർമ്മ പാരമ്പര്യത്തിലെ എല്ലാത്തിനെയും നമ്മൾ ഈശ്വര സങ്കല്പമായി കാണുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് വൃക്ഷപൂജ എന്ന് പറയുന്നത്. മാത്രമല്ല 27 നക്ഷത്രക്കാരും അതാത് വൃക്ഷങ്ങളെ നടുകയും ഇതാക്കുകയും ചെയ്യുന്നത് നക്ഷത്രദോഷങ്ങൾ ഇല്ലാതാക്കാനും ആ നക്ഷത്രക്കാർക്ക് അതിൻ്റെ ഉയർച്ചയെ സമ്മാനിക്കാനും സാധിക്കും എന്നുള്ളത് ഇതിൽ നിന്ന് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഒരു 27 നക്ഷത്രത്തിലെ ആൾക്കാർ ആ 27 വൃക്ഷങ്ങൾ നടുന്ന സമയത്ത് അത്രയും ചെടികൾ അവിടെ സംരക്ഷിക്കപ്പെടുകയാണ്. ആ ചെടികളിൽ നിന്ന് വളർന്നു കഴിഞ്ഞാൽ അത്രയും ജീവജാലങ്ങൾക്ക് അവിടെ താമസിക്കാനുള്ളൊരു മാർഗം ഉണ്ടാവുകയാണ്. ഇതാണ് പറയുന്നത്, ഒരു വൃക്ഷം നടുന്നത് മൂലം അടുത്ത തലമുറയ്ക്ക് മാത്രമല്ല, ഇനി അഥവാ നമ്മളെ കർമ്മങ്ങൾ കൊണ്ട് നമ്മൾ ഇനിയൊരു ജന്മം സ്വീകരിക്കുന്നുണ്ട് പോലും അതിലേക്കുള്ളൊരു ഡെപ്പോസിറ്റ്, അതായത് പുണ്യത്തിൻ്റെ ഒരു ഡെപ്പോസിറ്റായിട്ട് അത് മാറും. ഒരു മരം മുറിക്കുമ്പോൾ 10 മരം നട്ടുപിടിപ്പിക്കണമെന്ന് നമ്മളെ പഠിപ്പിച്ച ഒരു പാരമ്പര്യമാണിത്. ഇതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ ദിവസം അശ്വത്ഥം എന്ന് പറയുന്ന ഈ വൃക്ഷത്തെ, അതായത് അശ്വത്ഥം എന്ന വൃക്ഷത്തെ പറയുമ്പോഴാണ് ഈ പറഞ്ഞതൊക്കെ വന്നത്. ഇനി അടുത്തൊരു സെഗ്മെൻറ്റിൽ മറ്റൊരു വൃക്ഷത്തിൻ്റെ മഹാത്മ്യവുമായിട്ട് നമുക്ക് കാണാം. ഹരി ഓം. അരുണാചല ശിവ.